ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് ഫുഡിന് ഓർഡറുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കേട്ടൻ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കടായിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ചിക്കൻ കടായും നെയ്ച്ചോറുമാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ഇതൊരു യാത്ര പോകുന്ന ആൾക്കാർക്കുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ രാത്രിയിൽ തന്നെ ഞാൻ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സവാളയൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാം, ഒരു ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ നെയ്ച്ചോറാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 16 പേർക്കുള്ള നെയ്ച്ചോറാട്ടോ നെയ്ച്ചോറും ചിക്കൻ കടായും. അപ്പോൾ രാത്രി തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചാലേ നമുക്ക് എണീറ്റ് വന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തടയാൻ നിൽക്കണ്ട. പിന്നെ കുക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. തക്കാളിയും ക്യാപ്സിക്കോ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാത്തത്. തക്കാളി നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെ ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒക്കെ കഴുകി ഒക്കെ പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ടാസ്ക് ഈ ചെറിയ ഉള്ളി തൊലി കളയലേനും അതൊക്കെ നേരത്തെ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കുക്കിങ്ങൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു സമയം കാണിക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ വേഗം കിച്ചണിക്ക് ഓടിപ്പോരാട്ടോ ചെയ്യുക. നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം കറക്റ്റ് ആവണം. ആ കറക്റ്റ് ടൈമിങ്ങിൻ്റെ ആളാട്ടോ ഞാൻ. അപ്പോൾ ഞാനൊരു 2:45 അലാറം വെച്ചിട്ടുണ്ടായിന്. എന്നാലുള്ള 3 മണിയാകുമ്പോഴത്തേന് ഞാൻ കിച്ചണിക്ക് വരിക. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ ഒപ്പം. അല്ലെങ്കിൽ ആ നേരത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം ആദ്യം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. ആ വെള്ളം ചൂടാവട്ടെ. പിന്നെ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ എത്തിക്കാൻ ബാബുവിനെ ഏൽപ്പിക്കും. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലുള്ളൂ കടായി ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലിലാവുമ്പം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിലാവുമ്പം അടിപൊളി ടേസ്റ്റ് കാരം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് രാത്രി വെച്ചിട്ടുണ്ടായിനി. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. നമ്മൾ സാധാ ചേർക്കണ പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിക്ക് കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ടായിനി കേട്ടോ. ചിക്കനിൽ മസാല തേച്ചപ്പം കുറച്ച് സുർക്കയും അങ്ങനെയൊക്കെ ഇട്ടാണ്ട് മസാല തേച്ച് വെച്ചതേനി. അപ്പോൾ ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. കാരണം രാത്രിയിലല്ലേ നമ്മൾ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് 2 ബാച്ചാക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ കേട്ടോ പൊരിച്ചെടുക്കുന്നത്. 3 കിലോ ചിക്കനാണ് കേട്ടോ. ഇനി ചോദിക്കും 3 കിലോ ഇറച്ചി ആയിട്ടാണോ അതോ 3 കിലോ ചിക്കനാണോ ചോദിക്കും. 3 കിലോ ഇറച്ചി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 16 പേർക്കാണ് കേട്ടോ ഫുഡ് കൊടുക്കേണ്ടത്. അത് പാക്ക് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ശരിക്കും ഒരു 2.5 കിലോ ചിക്കനൊക്കെ മതി. 2 കിലോ ഒക്കെ മതി. പക്ഷേ ഞാൻ 3 കിലോ വാങ്ങിച്ചെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ഉറക്കൊഴിച്ചിട്ടുള്ള പരിപാടി ആകുമ്പോഴേ പിന്നെ നമുക്കുള്ള കുക്കിങ്ങും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഉറക്കൊഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരണ്ട വിചാരിച്ചിട്ടേ ബാബു 3 കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കൂട്ടത്തിൽ ഞങ്ങൾക്കുള്ളതും ഉണ്ടാവും. പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ കൊടുക്കുമ്പോൾ ചെമ്പടക്കല്ലേ കൊടുക്കുക. അപ്പം നമുക്കുള്ളത് വേറെ വെക്കുള്ളൂ കേട്ടോ. അതിലിടൂല. അതാവുമ്പം ഇനിയിപ്പോൾ അളവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട അങ്ങനെ വിചാരിച്ചിട്ടോ. അളവിലും തൂക്കത്തിലൊന്നും നമ്മൾ യാതൊരു അങ്ങനത്തേതൊന്നും നമ്മൾ ചെയ്യൂല. എത്ര കിലോനാണോ പറയണത് അത്ര കിലോന് നമ്മൾ വെച്ച് കൊടുക്കും. അതിനൊരു പീസ് പോലും നമ്മൾ എടുക്കൂല. ഇനിയിപ്പോൾ മക്കളൊക്കെ വീട്ടിലുള്ളതാണെങ്കിലും ഒരു 2 കഷ്ണം എടുത്ത് കൊടുക്കട്ടെ അതൊന്നും വിചാരിക്കൂല കേട്ടോ. അവർക്ക് നമ്മൾ വേറെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഫുഡിന് നമുക്ക് ഓർഡർ തന്നിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള അളവിന് അവർക്കും ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ മക്കൾ അങ്ങനെ വരൂല്ല കേട്ടോ. അവർക്കിത് കണ്ട് ചേലയിക്കണ്. അപ്പം ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാബുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളക്കാൻ ഉഷാറാണ്, തീ കത്തിക്കാനും ഉഷാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ തീ കുറച്ചിച്ച് കത്തിച്ചാൽ മതി ഇല്ലെങ്കിൽ കരിയും പറഞ്ഞാണ്. ചിലപ്പോൾ എന്നോട് അറിയിച്ച് വലിയ ഉസ്താദാകണ്ട അങ്ങനെയൊക്കെ പറയട്ടോ. ചില നേരത്ത് നല്ല കോമഡിയാണ്. ഞങ്ങളത് വോയിസൊക്കെ ഞാൻ കുറച്ചിട്ട് കളഞ്ഞിട്ടാണ്. ഞാൻ വോയിസ് കൊടുക്കലാണല്ലോ. എങ്ങാനും ഞങ്ങൾ വോയിസ് നിങ്ങൾ കേട്ടൊക്കെയാണെങ്കിൽ ചിലപ്പം നിങ്ങളൊക്കെ ചിരിച്ച് ചാവും. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞാണ്ടാണ് നമ്മളെ കുക്കിങ്. അതുകൊണ്ട് നമുക്ക് ടൈം പോണത് അറിയില്ല. ചിലപ്പോൾ ചീത്തയും കിട്ടും. ഞാനിവിടെ അടുപ്പ് കത്തിച്ചാണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാണ് കേട്ടോ. നമ്മളെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ 2.5 കിലോനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിനും അതേപോലെ RKGൻ്റെ നെയ്യും. നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. RKGൻ്റെ നെയ്യ് കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഇടുമൊന്നും വേണ്ട. പക്ഷെ എനിക്ക് ഇല്ല എന്നിങ്ങനെ തോന്നും. പിന്നെ ഞാനിവിടെ ഒരാളോടല്ലേ ചോദിക്കുക, ബാബുവിനോടാ ചോദിക്കുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുക. അപ്പം നെയ്യ് കുറച്ച് കുറവുണ്ട് അങ്ങനെ പറയും. അപ്പോൾ പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കും.
എന്നിട്ട് ഒരു ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തപ്പോഴേ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വരക്കുളത്ത് അവിടേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു പറഞ്ഞിന് കേട്ടോ, നെയ്യ് കുറച്ച് കുറക്കേനീന്ന്. അല്ലാതെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, പക്ഷേ നെയ്യ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടാണ് നെയ്യൊക്കെ ചൂടായപ്പോൾ. പിന്നെ അതേപോലെ സവാളയൊക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം അവിടെയും നോക്കണുണ്ട് എവിടെ നമ്മളെ ചിക്കൻ പൊരിക്കണോടത്തേ അത് ആയി തുടങ്ങിക്കണ്, ഇത് കോരണം എന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് കോരി എടുക്കണമെങ്കിൽ ഞാൻ തന്നെ എടുക്കണം. തീ കത്തിക്കാനൊക്കെ ഉഷാറാട്ടോ ബാബു. പക്ഷേ എണ്ണയിൽ നിന്ന് കോരുന്ന കാര്യമൊക്കെ അതൊക്കെ ഇജന്നെ ചെയ്തോ, അതെങ്ങാനും ചിലപ്പോൾ മൂപ്പേറ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കാണ് എൻ്റെ അടുത്തുനിന്ന് ചീത്തട്ടും. അപ്പോൾ അതുകൊണ്ട് ഇജന്നെ ചെയ്തോ പറയുന്നോട്. പിന്നെ ഓരന്നെയാണ് കേട്ടോ എൻ്റെ എന്താ പറയുക, എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളൊക്കെ കട്ട സപ്പോർട്ടാണ്. എല്ലാത്തിനും എനിക്ക് കൂടിത്തരും, എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ഇങ്ങനെ ഈ ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡ് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഉറക്കൊഴിച്ചായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്നോട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളെ കമൻസൊക്കെ വായിക്കുമ്പോഴാണെങ്കിൽ അതിലേറെ സന്തോഷമാണ്. ഓരോ കൂട്ടുകാർ ഓരോ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ കുറേ ഉമ്മമാരും താത്തമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ട് എനിക്കിപ്പം. മഞ്ചേരിയിലൊരു ഇത്തുണ്ട് കേട്ടോ, കുറേ അയക്കണം എന്നോട് എന്നെ കാണാൻ വരട്ടെ ചോദിക്കൽ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വന്നോളി എന്നൊക്കെ പറയലുണ്ട്. അപ്പം എനിക്ക് ഒഴിവുള്ള ദിവസം പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒഴിവുള്ള ദിവസം ഇപ്പം ഇല്ല, എന്നും ബിസിയാണ്. പിന്നെ നമ്മളെ ഹോം ഷോപ്പ് നമ്മൾ ഒഴിവായിട്ടൊന്നും ഇല്ല, അതിൻ്റെ ബില്ല് ക്ലോസിംഗ് ഒക്കെ അതും ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പെരുന്നാളും ഒക്കെ ആയില്ലേ, അങ്ങനെ ഓരോരോ തിരക്കിലാണ് ഇപ്പം. കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിൻ്റെ ഇടയിൽ പൊരിച്ച് കോരിക്കണം കേട്ടോ. പിന്നെ വെള്ളം ഞാൻ ഗ്യാസുമ്മൽ എണീറ്റ് പാടന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിനി. തീ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് വെള്ളം തിളക്കുമല്ലോ. അപ്പം എനിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് വെറുതെ വേസ്റ്റ് ആവൂലേ. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചിനി. അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട് ഇപ്പം. അങ്ങനെ അരിയൊക്കെ ഇട്ടാണ്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. നെയ്ച്ചോറ് ഞാൻ വെള്ളം എടുക്കൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ. ചില ആൾക്കാർ 1.5 കപ്പ് വെള്ളം എടുക്കുള്ളൂ. ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേവലില്ല നെയ്ച്ചോറ്. എനിക്ക് കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണം. പിന്നെ അരി നമ്മളെ കൈമ റൈസ് തന്നെയാണ് എടുത്തിക്കുന്നത്. കൈമ റൈസ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അരി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, ഇടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ അതവിടെ ചിക്കൻ അയക്കണമെന്ന് പറഞ്ഞാണ്ട് കുറേ നേരമായി പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അതും ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തുക്കുന്നത്. ചെറുള്ളി എത്രയെന്ന് കറക്റ്റ് അളവ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എന്നാലും ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു 300 ഉണ്ടാവും ഏക്കാരം. അപ്പോൾ 3 കിലോൻ്റെ അളവാണ് കേട്ടോ. 1 കിലോക്ക് 100 എന്നുള്ള കണക്കിന് അങ്ങനെ എടുത്താൽ മതി. പിന്നെ അതേപോലെ സവാളൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ സവാള ഞാൻ 2 കിലോനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മുഴുവൻ ഇതൊക്കെ എടുത്തിട്ടില്ല, കുറച്ച് നമ്മൾ നെയ്ച്ചോർക്ക് എടുത്താണ്, അതേപോലെ തൈരുക്കും ഒക്കെ എടുത്താണ്. അപ്പോൾ ഒരു 1.5 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ സവാള. നമ്മൾ കടായി അല്ലേ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ആണെങ്കിൽ ഇത്രക്ക് വേണ്ട. കടായി ആകുമ്പം ആ മസാല അല്ലെങ്കിൽ പിന്നെ ഗ്രേവിയും കാര്യങ്ങളൊന്നും വല്ലാതെ വെള്ളമായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പം സവാള വേണം കേട്ടോ അത്യാവശ്യം. പിന്നെ ചിലപ്പോൾ ഞാൻ കടായി ഉണ്ടാക്കുമ്പം ചില്ലി സോസും സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കലുണ്ട്, ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കലുണ്ട്. പക്ഷേ അതിലേറെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. ഇന്ന് ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഫുഡ് കൊണ്ടേ ആൾക്കാർക്കും അതേപോലെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് നമുക്ക് പൈസ തരുമ്പം ഏറെ പൈസ തരൂലേ, അങ്ങനെ പൈസ എത്തിക്കണം കേട്ടോ ഇതിന്. ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടേ എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞാണ്ട് 200 രൂപ ഏറെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ അത്രയും ടേസ്റ്റ് ഉണ്ടായിന്. ടേസ്റ്റ് ഉണ്ടാവണോണ്ടല്ലേ അങ്ങനെ തരുന്നത്. പിന്നെ ഉറക്കൊഴിച്ചുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ. അപ്പോൾ ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ്, ഭയങ്കര നമ്മളോട് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെയാണ് കേട്ടോ ചില ആൾക്കാർക്ക്. പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും സവാള അവിടെ ബാബു വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് നോക്കിയപ്പോൾ ചോറ് ഇതിൻ്റെ അടിയിൽ ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇതായിപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ കത്തിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് തീ ഇതിന്ന് എടുക്കാം. വെള്ളം ഇങ്ങനെ താന്ന് വരുന്ന സമയത്ത് നമുക്ക് വിറക് കത്തണുണ്ടെങ്കിൽ ആ കത്തണ വിറക് അതിന് മാറ്റുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് കനലിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഒരു ഒറ്റ ഒന്നുമ്പോൾ തൊടാതെ നല്ല വൃത്തിക്കുള്ള നല്ല അടിപൊളി നെയ്ച്ചോറ് കിട്ടും കേട്ടോ. വേറുമില്ല, പാകത്തെ വേവായിട്ട് കട്ടയൊന്നും കെട്ടാതെ അങ്ങനെ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ നെയ്ച്ചോറ്. അപ്പം ഞാൻ നെയ്യ് കുറവാണോ തോന്നിയാണ്ട് കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി
മറിച്ച് കൊടുത്തിട്ടേ താഴെയുള്ള അരി മേലേക്കാക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴെയുള്ളത് നല്ലോണം വേവും ചെയ്യും, മേലത്ത് വേവില്ല. അപ്പം തീക്കുള്ളി ഞാൻ മാറ്റിയിട്ടോ, തീക്കുള്ളി മറ്റേ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ആ കനൽ ഇതിൻ്റെ മേലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ദമ്മിൽ കിടക്കട്ടെ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കണേക്കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറ് ഉണ്ടാക്കാനാട്ടോ. കഴിക്കാനും അങ്ങനെ തന്നെ, ബിരിയാണീനെക്കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറാണ്. നെയ്ച്ചോറാകുമ്പോൾ പരിപാടി എളുപ്പം കഴിയും, ടേസ്റ്റും നെയ്ച്ചോറാണ്. എല്ലാവർക്കും ഒരേപോലെ ആവില്ല ബിരിയാണിക്കേക്കാരം ഇഷ്ടം. അപ്പോൾ എന്തായാലും അതവിടെ ദമ്മിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളെ സവാളയൊക്കെ വഴന്നിക്കണം കേട്ടോ. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നമ്മൾ ചതച്ചിട്ടും അരിഞ്ഞിട്ടും ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കഴുകിയാണ്ട്. അപ്പം ചെറിയുള്ളിയൊക്കെ നല്ലോണം ഇങ്ങനെ വഴന്ന് നല്ല ഉടയണം. പിന്നെ എനിക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു 3-4 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിക്ക് ഞാൻ 100 ഗ്രാം വെച്ചാണ് ഇട്ട് കൊടുത്തിനത്. അളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കും, എന്താ നിങ്ങൾ അളവ് പറയാഞ്ഞത്, അളവ് പറഞ്ഞൂടെ ഇനിയോ. അതുകൊണ്ടാണ് കേട്ടോ ഈ അളവ് ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ പെരുന്നാൾക്കൊക്കെ നെയ്ച്ചോറും ചിക്കൻ കടായൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. സോസുകളൊന്നും ചേർക്കണ്ട, ചില്ലി സോസും ടൊമാറ്റോ സോസും ഒന്നും ചേർക്കണ്ട, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. മെയിനായിട്ട് തന്നെ സവാളയും ചെറിയുള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. അതും വെളിച്ചെണ്ണയിലാവണം, ഓയിൽ എടുക്കരുത് കേട്ടോ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തക്കാളി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടാണ് ജ്യൂസാക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഞാൻ ചേർത്തിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. തക്കാളി അതേപോലെ ഒരു 1/2 കിലോ തക്കാളി, 1/2 കിലോൻ്റെ മേലെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. 1 കിലോ കൊണ്ടുവന്നതേനും, അപ്പോൾ ഇതിൽ കുറച്ചേ അവിടെ ബാക്കിയുള്ളൂ. പിന്നെ എത്ര എടുത്തീനി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കണമെങ്കിൽ ഈ വീഡിയോ എടുക്കലും ഞാൻ തന്നെ, ഈ ഫുഡ് ഉണ്ടാക്കണവും ഞാൻ തന്നെയല്ലേ. അപ്പോൾ ഗതികേടാട്ടോ, നമ്മൾ ബാബുവിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ബാബുവിന് വെക്കൂല ശരിക്കും വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും പറയും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് വിട്ടിട്ടില്ല എന്നൊക്കെ, അപ്പോൾ ആരും അതിന് നിൽക്കൂല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഈ നേരത്തെ ഉറങ്ങുമല്ലേ. പിന്നെ അതൊക്കെ ഉണ്ടാക്കുമ്പം എളുപ്പം ആവണം, കൊടുക്കുന്ന സമയത്തിന് ഒരു പറഞ്ഞ നേരത്തിന് ആവണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊന്നും അപ്പോൾ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല, പിന്നെ തോന്നും എടുത്താൽ മതിയേനേന്ന്. അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടോ. മുളക് പൊടി കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്തിക്കണം കേട്ടോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളെ പച്ചമണമൊക്കെ നല്ലോണം മാറട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഇതിക്ക് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഒക്കെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഉരുളി ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ, അത് ഇങ്ങനെ കടായിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൂല, കരിയൂല, എളുപ്പം ആയി കിട്ടും ചെയ്യും, വഴന്ന് കിട്ടും പെട്ടെന്ന്. ഇല്ലാത്ത ചെമ്പായാലേ വഴറ്റിയെടുക്കാൻ ഗതികേടാണ്, പിന്നെ എളുപ്പം ഇങ്ങനെ അടി പിടിക്കണ പോലെ ഉണ്ടാവും. ഇങ്ങനത്തെ ഉരുളി ആകുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ടോ, ഞാൻ അതിക്ക് ചിക്കൻ ഇട്ടിട്ട് അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. നമ്മൾ കടായിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കാഞ്ഞാലേ പറ്റ അങ്ങനെ ഡ്രൈ ആയി നിൽക്കുമ്പം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവി ഒന്നും വല്ലാതെ ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ കേട്ടോ കടായി ഉണ്ടാക്കൽ. ഇനിയിപ്പം നിങ്ങളങ്ങനെ പറയരുത്, ഇതിന് കടായി എന്ന് പറയുമോ ചോദിക്കരുത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല സൂപ്പർ കടായാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ രാത്രി നട്ടപ്പാതിരാക്കല്ല ഉണ്ടാക്കുന്നത്, വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല, വെളിച്ചല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും, കണ്ടാൽ തന്നെ അറിയാമല്ലോ ചിലത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെ പൊടികളൊക്കെ കറക്റ്റ് ആയാൽ മതി, എരിവൊന്നും കൂടാതെ, അതേപോലെ മഞ്ഞൾ കൂടുക അങ്ങനെയൊന്നും ആവാതെ പാകത്തിനൊക്കെ ഇട്ട് കൊടുത്താൽ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിനി, ചെറുതാക്കി കട്ട് ചെയ്തേക്കാം കേട്ടോ, അതായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിനിയും അതും ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ കനലുണ്ട് കേട്ടോ അടുപ്പിൽ നല്ലോണം. പിന്നെ തീ കത്തണം എന്നില്ല, അതിലങ്ങനെ കടന്നോളും. പിന്നെ പുകയൊന്നും ഇല്ലല്ലോ, നല്ല വിറക് കത്തിച്ചതുകൊണ്ടേ അടുപ്പിൽ അത്യാവശ്യം ഉണ്ട് കനൽ, ഒരു കൊള്ളി വിറകും ഉണ്ട്. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ, ഞാനൊന്ന് ഇളക്കി കൊടുത്താണ്ട് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ സവാള പൊരിച്ചാണ്ട് ചേർക്കൂട്ടോ, ഞാൻ സവാള പൊരിച്ച് ചേർത്തിട്ടൊന്നുമില്ല, അത് അത്യാവശ്യം ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കനലൊക്കെ ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട്, ഞാനല്ല ബാബുവാണ് കേട്ടോ, കനലൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആക്കി കൊടുത്താണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ചെറിയ ആ കനലിൽ കടന്നിട്ടൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ നെയ്ച്ചോറ് എന്തേക്കണമെന്ന് നോക്കാം. അതേപോലെ പാത്രങ്ങളുണ്ട് ഇഷ്ടംപോലെ കഴുകാൻ.
ഒന്നും അത്ര ഇഷ്ടം പോലെ അല്ല കേട്ടോ, കുറച്ചുള്ളൂന്ന്. ഈ പത്തിരി നൂൽപുട്ടും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുറേ പാത്രങ്ങൾ ഉണ്ടാവുക. ഇതിന് അത്രക്ക് ഉണ്ടാവില്ല. അതാണ് വലിയ പണി. ഫുഡ് ഉണ്ടാക്കാനൊന്നും പണിയില്ല, ഈ കഴുകണ കാര്യം ആലോചിക്കുമ്പോഴാണ് ഗതികേട്. അപ്പം നെയ്ച്ചോറൊന്ന് ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ നെയ്ച്ചോറും റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. കനൽ മാറ്റിയിട്ടൊന്നുമില്ല, കുറച്ച് നേരം കൂടി അവിടെ കിടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനല്ല നമ്മളെ കടായി. പിന്നെ ഞാൻ ഇതിക്ക് റെഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയലില്ല ഞങ്ങളോട്, നമുക്ക് വീട്ടിലേക്ക് ഫുഡിന് ഓർഡർ തരുന്നത് എന്തിനാ, നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് വിചാരിച്ചിട്ട് ഹോട്ടലത്തെ ഫുഡ് അകത്താണ് നല്ലിട്ട് പറയുന്നത്. എന്നാലും ചില ആൾക്കാർക്ക് ഈ കളറൊന്നും ചേർക്കണ ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ തന്നെ ഒരു ദിവസം ഒരാൾക്ക് മന്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പറഞ്ഞിനി കളറ് ഇടണ്ട, കളർ ഇടണ്ടില്ലേനി എന്ന് പറഞ്ഞു. വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ലേനി, പക്ഷെ കളർ ഇട്ടത് അങ്ങനെ പറഞ്ഞിനി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കലില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും, പക്ഷേ വയറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കേടല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. നെയ്ച്ചോറിൽ നെയ്യില്ലാതെ തോന്നിയാണ്ട് പിന്നെ വീണ്ടും കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചിട്ടുണ്ടല്ലോ, ഇനി അതും ഇട്ട് കൊടുക്കട്ടോ. നെയ്ച്ചോറ് ഇപ്പോഴും നല്ല ചൂടാണ്, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉരുകൂല. അപ്പോൾ പിന്നെ ആ നെയ്യിൻ്റെ ചൊവ്വ മുന്നിട്ട് നിൽക്കും. കണ്ടില്ല നിങ്ങൾ ആവി പോണത്. അങ്ങനെ നെയ്ച്ചോറ് സെറ്റായി. അപ്പോൾ നമ്മൾ 16 പേർക്കുള്ള ഫുഡാട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഓർഡർ തന്നവർ എവിടേക്കോ യാത്ര പോവുകയാണ്. അപ്പോൾ ബോക്സിലാക്കി കൊടുക്കാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ പോവുക കേട്ടോ, 7 മണിൻ്റെ ട്രെയിനിൽ പോവും. അപ്പം 6 മണിയാകുമ്പോഴത്തേന് നമ്മളോട് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നമ്മളെ കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് ആയും ചെയ്തിക്കണം കേട്ടോ. അപ്പം 5 മണിയായപ്പോഴത്തേന് നമ്മൾ നെയ്ച്ചോറും ആയി, കടായി ആയി. ഇനി നമുക്കിത് പാക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ വന്നാണ്ട് നമ്മളിത് പാക്ക് ചെയ്യണത്. ഒരു 5:30 ആയപ്പോഴാണ് പാക്കിങ് തുടങ്ങിയത്. അപ്പോൾ കടായി അതോളം ആ ചൂടിൽ തന്നെ അങ്ങനെ കടന്നേക്കേനി കേട്ടോ. പിന്നെ ചിക്കനൊക്കെ നമ്മൾ നല്ലോണം പൊരിച്ചതുകൊണ്ട് അങ്ങനെ പറയുക വേറൊന്നുമില്ല, ഉടയൊന്നുമില്ല പൊരിച്ചതുകൊണ്ട്. അപ്പോൾ അതാ കണ്ടോ, അത്യാവശ്യം ഗ്രേവി ഉണ്ട്, അങ്ങനെ കായൊക്കെ ഉണ്ട്. അതേപോലെ പീസും തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉടഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കാണാനൊരു ലുക്കില്ലല്ലേ വീഡിയോയിൽ, അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല. ചില കടായി കണ്ടിട്ടില്ല ഇങ്ങനെ ചുമന്ന് മറിഞ്ഞ് നിൽക്കുന്നത്, കളർ ചേർത്തിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, അതിലാറെയൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ടായിന്. അപ്പം ഇനി പെരുന്നാളായില്ലേ, നാളെ മറ്റന്നാളൊക്കെ അല്ലേ, പെരുന്നാൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണമല്ലുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ കടായി. അപ്പം നിങ്ങളെ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കണവരൊക്കെ പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പം എവിടുന്ന ഈ റെസിപ്പി കണ്ടത് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ട് ഐഫ കിച്ചണിന് കണ്ടതാണ്. ഐഫ കിച്ചൻ്റെ മന്തിയും ഐഫ കിച്ചൻ്റെ ബിരിയാണിയൊക്കെ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനും അതേപോലെ പറയും. അപ്പം ഇനി അല്ലാതെ വാചകം അടിച്ച് നിന്നാലേ നമുക്ക് സമയത്തിന് ഇത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ആ ബോക്സൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാബു ചായ ഉണ്ടാക്കി ചായയും കുടിച്ചാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എന്നോടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ആക്കിയാൽ മതി, ഇപ്പം തന്നെ ആക്കണ്ടാന്ന്. ഇപ്പം തന്നെ ആക്കിയാലേ ഉള്ളൂ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ സമയം കുറച്ച് മുന്നേ ചെയ്യണം, എന്നാലുള്ളൂ ടൈം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടൂല. പിന്നെ ഒരു വെപ്പറാളയിക്കാരം. അപ്പോൾ ഞാൻ ഒക്കെ നിരത്തി വെച്ചിരുന്നു കേട്ടോ. ഇനി നമ്മളെ നെയ്ച്ചോറ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറത്തെ ഉള്ളിയൊക്കെ തലേ കറുത്ത് കരിഞ്ഞിക്കണ് തോന്നുന്നുണ്ടല്ലേ, ഇങ്ങനെ കാണുമ്പോൾ. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പാകത്തെ ഇതിന് തന്നെയാണ് ഞാൻ എടുത്തിനത്. പക്ഷേ അത് രാത്രിയിലായിട്ടേക്കാരം, വീഡിയോ ക്ലിയർ ഇല്ലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നെയ്ച്ചോറൊക്കെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ചെറിയൊരു പാത്രത്തിൽ എടുക്കുകയാണ് കേട്ടോ ഞാൻ. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിളമ്പി ഇങ്ങനെ പോവാൻ വിചാരിച്ചില്ലെങ്കിൽ ഈ വലിയ ചെമ്പന്നെ താങ്ങി പിടിച്ചാൻ കഴിയൂല. പിന്നെ പെരുന്നാൾക്ക് ഇപ്രാവശ്യം ഞാൻ ഓർഡർ എടുക്കണില്ല എന്ന് വിചാരിച്ചതേനി, പക്ഷേ പെരുന്നാൾക്ക് നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബോക്സിലാക്കി കൊടുക്കൽ ചുരുക്കമാണ് കേട്ടോ. ഇപ്പോൾ പഠിത്തമൊന്നും ഇതേപോലെ ബോക്സിലാക്കി കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ എന്നോ ഒരു ദിവസം 10 12 ഒക്കെ ഉണ്ടേനി ബോക്സിലാക്കി കൊടുക്കാൻ. അല്ലാതൊക്കെ നമ്മൾ ചെമ്പടക്കം കൊടുക്കലാണ്. ശരിക്കും യാത്ര പോകുമ്പം ഇങ്ങനെയാണ് സുഖം. ഇതാവുമ്പം ഓരോ ബോക്സ് അങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ കറി നമ്മൾ കവറിലാക്കും. അതേപോലെ തൈര് ചെറിയ ബോക്സ് വാങ്ങിയിട്ടുണ്ട്, ആ ബോക്സിലും ആക്കും. അച്ചാറില്ല കേട്ടോ, അച്ചാർ ഇനിയിപ്പോൾ ചോറ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉച്ചക്കല്ലേ ഇപ്പം ഇനി കഴിക്കുക. അപ്പം ചിലർക്ക് അച്ചാർ പറ്റും, ചിലർക്ക് പറ്റൂല. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുക പിന്നെ ഒരു ഗതിയുടെക്കാനും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അച്ചാർ ഇവിടെ ഉണ്ടേനി കേട്ടോ, തൈരുണ്ടല്ലോ, അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിച്ചോളും. അപ്പോൾ നമ്മൾ
ചോറ് തീക്ക് വിളമ്പുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, എൻ്റെ മനസ്സിൽ വിചാരിക്കും അത് കഴിക്കുന്ന ആൾക്കാരെ വയറ് നല്ലോണം നിറയട്ടെ. ചിലപ്പോൾ ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ചോറ് തിന്നുമ്പോൾ കുറച്ചും കൂടി വാണ്ടീനിയും തോന്നുക, അപ്പോൾ വിളമ്പി കൊടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബോക്സിലാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നീനി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, പഠിച്ചോനെ അത് തിന്നണോലെ വയറ് നിറയണേ. ഞാൻ നല്ലോണം നിറച്ചിട്ടും കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേറെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടക്കാൻ കഴിയൂല. അപ്പം ഞാനത് അടച്ചപ്പം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇവിടെ ഒരാൾ ചീത്ത അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങോട്ട് ആക്കിക്കോളി അറിഞ്ഞു. അപ്പം അങ്ങനെ അതിനെ ബാബുവിനെ ഏൽപ്പിച്ച് പിന്നെ ഞാനിവിടെ തൈര് പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു. ടൈമുണ്ട്, ഈ ടൈം ഇന്നും ബാക്കി കിടക്കണം, കുറേ ടൈമുണ്ട് കേട്ടോ. അപ്പം ആക്കും പോലെ അങ്ങനെ വീഡിയോ എടുത്ത് ആക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നെ ചീത്ത അറിയുണ്ടാവില്ലേ, എത്രങ്ങാനും ലെങ്ത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരക്കിൻ്റെ ഇടയിലേക്ക് കാരണം ചില ആൾക്കാർ വീഡിയോ കാണാം, അപ്പോൾ അങ്ങനെ സ്കിപ്പ് അടിച്ചാണ് കണ്ടുകൊണ്ടേ. അല്ല അപ്പോൾ എന്താ ഞാൻ പറയുന്നത്, ഞാൻ ഏതായാലും എഡിറ്റ് ചെയ്തപ്പം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കണം കേട്ടോ. തൈരൊക്കെ പാത്രത്തിലാക്കണതും ഒക്കെ. ഈ പാത്രം കണ്ടോ, ചെറിയ പാത്രം, നല്ല ഭംഗിയിലേ കാണാൻ. എൻ്റെ ഐഫക്കുട്ടി റിച്ച് ഉറങ്ങായിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് 2 പാത്രം അവർക്ക് വേണ്ടി വരും. ഐഫക്കുട്ടിക്കല്ലേ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ പാത്രത്തിൽ പഞ്ചസാരയും വെള്ളവും പാലൊക്കെ കലക്കിയാണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് സ്പൂൺ കൊണ്ട് അങ്ങനെ കോരിത്തുന്നു. ഐസ്ക്രീമാണ് പറഞ്ഞാണ്ട്, ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രമാണ്. അങ്ങനെ തൈര് പാത്രത്തിലായി, ഇനി അടക്കട്ടെ. പിന്നെ ഉള്ളത് കറിയാണ് കേട്ടോ. കറി കവറിലും ആക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ കടായി ഇതവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ഞാൻ. അപ്പോൾ ഞാൻ ഒരു 3 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവി അങ്ങനെ കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ആ ചോറ് കഴിക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും, എന്താ കുഴച്ച് കഴിക്കാൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കടായി കുറച്ച് ബാക്കിയുണ്ടേനി, അതുകൊണ്ട് പിന്നെ എനിക്ക് അന്ന് ഫുഡ് എന്നാലും ഉണ്ടാക്കേണ്ടി വരും, വൈകുന്നേരത്തിന് ഉണ്ടാക്കേണ്ടി വരും. ഉച്ചക്കൊക്കെ ഉള്ളത് ഉണ്ടായിനി കേട്ടോ, ഉച്ചക്കൊക്കും രാവിലേക്കൊക്കെ ഉള്ളത്. അങ്ങനെ അതും പാത്രത്തിലാക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിലല്ല കവറിലാക്കുന്നുണ്ട്. അപ്പോൾ കവറ് ഞാൻ ആക്കണത് കവറിൻ്റെ മേലെ കൂടെ ഒളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളാക്കി തന്നാലേ. അപ്പോൾ ബാബു ഇങ്ങനെ ചുറ്റി വെച്ച് തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിക്ക് ഞാനിങ്ങനെ ആക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ കവറിൻ്റെ പുറത്താവൂല. പിന്നെ അതിങ്ങനെ പൊന്തിക്കുമ്പോൾ അതിന് അയക്കാണെങ്കിലും അത് ഉള്ളിലേ വരുള്ളൂ. അങ്ങനെ പിന്നെ റബ്ബർ ഇട്ട് അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. ഒരു കോട്ടൻ്റെ തുണിക്കഷ്ണം അത് 2 എണ്ണം വേണം എൻ്റെ ഒപ്പം കേട്ടോ. ഒന്ന് നനഞ്ഞതും വേണം, ഒന്ന് ഉണങ്ങിയതും വേണം. ഉണങ്ങിയതിൻ്റെ കയ്യോത്താൻ, നനഞ്ഞത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചിന്തിയതുണ്ടാവും എപ്പോഴും, അപ്പോൾ അത് തുടക്കാൻ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും അവിടെ ചിന്തിക്കുകയാണെങ്കിൽ അപ്പം തന്നെ തുടക്കും കേട്ടോ ഞാൻ. അതുകൊണ്ട് ഈച്ച നമ്മളടുത്തില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ ചക്കയും മാങ്ങയും കാലമാണ്, ഈച്ച നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഈച്ചയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫുഡൊക്കെ റെഡിയായി. എന്താ ഒക്കെ റെഡിയാക്കി ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഓരോരുത്തർക്കുള്ള ചോറും കറിയും പിന്നെ തൈരും ഒക്കെ ഇങ്ങനെ ബോക്സിലാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി കാട്ടി വെച്ചതാട്ടോ. പിന്നെ അവിടെ നിന്ന് എടുത്താണ്ട് വലിയൊരു ബോക്സൊക്കെ ആക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആണ് കേട്ടോ. ഇന്നലെ രാത്രിയിലാണ് ഇത് വിളിച്ച് പറഞ്ഞതും. 8 മണിയൊക്കെ കഴിക്കണേ. പിന്നെ നമ്മൾ ചിക്കൻ 2-3 കടയിൽ പോയിട്ടാണ് പിന്നെ ചിക്കൻ കിട്ടിയത്. അപ്പോൾ ബോക്സ് ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പോൾ ബോക്സ് പിന്നെ ഇവിടെ ഉണ്ടായിനി. നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് ഇങ്ങനെ മാസം നമുക്ക് പാത്രങ്ങൾ വരുമല്ലോ. അപ്പോൾ ഓരോ ബോക്സ് ഉണ്ടായിനി, അതിലാണ് കേട്ടോ അതാക്കണത്. പിന്നെ നമ്മളെ പാത്രത്തിൽ കൊടുത്താലേ പിന്നെ പാത്രം കിട്ടാൻ ഗതികേടാവും. ഒരു ട്രെയിനിൽ ഒരു യാത്ര പോവല്ലേ, അപ്പോൾ ഇങ്ങനെ ബോക്സിലാകുമ്പോൾ പിന്നെ ആ ബോക്സ് എവിടെയെങ്കിലും ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ ഇതിക്ക് വെച്ചൊക്കെ അടുക്കി വെച്ചൊക്കെ സെറ്റാക്കിട്ടോ. പിന്നെ ബാബു പോയി കടന്നും ചെയ്ത് ഞാൻ പാത്രങ്ങളുണ്ടേന് ഇഷ്ടം പോലെ കഴുകാൻ. അതിങ്ങനെ ഓരോ തല ഇങ്ങനെ കഴുകാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്താ നേരം വെളുത്താൽ ഇനിയിപ്പോൾ റിച്ചുവിനെ മദ്രസക്ക് പറഞ്ഞേക്കണം, ഐഫക്കുട്ടിനെ മദ്രസക്ക് പറഞ്ഞേക്കണം, എന്നിട്ടേ പിന്നെ എനിക്ക് കിടക്കാൻ കൂടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഉണ്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ എനിക്ക് കിടക്കാമല്ലോ. അങ്ങനെ കാക്ക വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആ ഓർഡറും നല്ല ഉഷാറായിട്ട് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ കാക്ക ഫുഡൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞാൻ എൻ്റെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടേന്. പിന്നെ ഞാൻ പോയിട്ടൊന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ